ഹലോ, വീട്ടിൽ തന്നെ എങ്ങനെയാണ് നല്ല അടിപൊളി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു 5 hours എങ്കിലും നന്നായി റെഫ്രിജറേറ്റ് ചെയ്യാം. ആരും ഫ്രീസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രെഡ് എപ്പോഴും ഫ്രഷ് ആയിരിക്കുക, ഡേറ്റ് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക. ഡേറ്റ് കഴിയാറായിട്ടുള്ള ബ്രെഡാണെങ്കിൽ അത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ ബ്രെഡൊക്കെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കുക. ഒത്തിരി പൗഡർ ആവണ്ട, ജസ്റ്റ് ഇതൊന്ന് ബ്ലെൻഡായി വന്നാൽ മതി. ഇനി നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 180 ഡിഗ്രിയിൽ 10 minutes നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യണം. ടോട്ടൽ കുക്കിംഗ് ടൈം വരുന്നത് 20 minutes ആണ്. ആദ്യം നമുക്ക് 10 minutes പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 2 intervals ആയിട്ട് ഇത് ഡ്രൈ ആവാൻ വെക്കാം. ആദ്യം 10 minutes നമുക്ക് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് രണ്ടാമതും ഇത് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാമേ. ഇനി ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടവും നല്ല ഈവണായിട്ട് സ്പ്രെഡ് ചെയ്യുക. സൈഡിലൊക്കെ ആയിരിക്കും ആദ്യം കുക്കാവുന്നത്, അത് കുഴപ്പമില്ല, അത് നമുക്ക് പിന്നീട് അത് ശരിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഓവനിലേക്ക് വെക്കാം. ഞാനിവിടെ ബേക്കിംഗ് മോഡിലാണ് 10 minutes ഫസ്റ്റ് വെക്കുന്നത്. ഓക്കെ, 10 minutes നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. 10 minutes ആയി. നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സൈഡ്സൊക്കെ ആയിരിക്കും ആദ്യം കുക്കായിരിക്കുന്നത്. അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ 10 minutes ഒന്നുകൂടി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ബ്രെഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഷെൽ ലൈഫ് വളരെ കുറവായിരിക്കും. ഇത് നമുക്ക് എന്തായാലും ഒരു 6 monthsോളം നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നിങ്ങൾ സൗണ്ട് കേട്ട് കാണുമല്ലോ. ഇനി ബാക്കിയുള്ള ലംസ് എല്ലാം നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് എയർ ടൈറ്റ് ടിന്നിൽ റെഫ്രിജറേറ്റ് ചെയ്യാവുന്നതാണ് അപ് ടു 6 months.